തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിനെക്കുറിച്ചുള്ള മാനന്തവാടി സ്വദേശികളുടെ ചില പ്രതികരണമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. നമുക്കറിയാം തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ചയോടുകൂടിയാണ് ആരംഭിക്കുക. കേരളവും കർണാടകവും സംയുക്തമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം, കേരളത്തിൽ നിന്നുള്ള സംഘം ബന്ദിപ്പൂരിലെ രാമപുരയിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉച്ച കഴിയുമ്പോൾ തുടങ്ങും. എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നതിന്റെ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം, ഞങ്ങളുടെ പ്രതിനിധി, അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്കാണ്. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. അറിഞ്ഞപ്പം മുതൽ നമ്മൾ വാഴ പോയതോ മറ്റുള്ള ഇതല്ല, അത്രയും റിസ്ക് എടുത്ത് ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും പത്രക്കാരും ഒക്കെ മെനക്കെട്ടത് അറിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. വളരെയേറെ സങ്കടമുള്ളൊരു വാർത്തയാണ്. നിങ്ങളിലൂടെയാണ് നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെട്ട് അതിന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. സങ്കടം, വളരെയേറെ സങ്കടപ്പെട്ടായിരുന്നു. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെ എന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നുമില്ല. കുറച്ച് വാട പോയി എന്നല്ലാതെ വേറെ ഒന്നും ഒരു പ്രത്യേകത അല്ല, പ്രത്യേകമായിട്ടൊന്നും പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല. ദുഃഖകരം. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. 10-15 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ കണ്ടത് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞതിനെ കുറിച്ചുള്ള മാനന്തവാടി സ്വദേശികളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. നമുക്ക് അടുത്ത ദീപക് ധർമ്മടത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ദീപക്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദീപക്, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, നമ്മളിപ്പോൾ തണ്ണീർക്കൊമ്പൻ്റെ ചെരിഞ്ഞ വാർത്ത മാനന്തവാടിയിൽ, അതായത് മാനന്തവാടിയെ 13 മണിക്കൂർ ആശങ്കയിലാഴ്ത്തിയ തണ്ണീർക്കൊമ്പൻ്റെ ആ പ്രദേശത്തെ ജനങ്ങളുടെ, കർഷകരുടെ പ്രതികരണമാണ്. വാഴ പോയ നഷ്ടപ്പെട്ടവർ പോലും ഒരു കണ്ണീരിലാണ്. കണ്ണീർക്കൊമ്പനായി എന്ന് പറയാവുന്ന ഒരു പ്രദേശത്ത് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാർത്ത എത്തിയത്. ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, ഞാൻ അല്പം മുമ്പും വനം മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരുന്നു. വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെന്ന് അറിയാൻ സാധിച്ചത് ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ആരംഭിക്കും. ബന്ദിപ്പൂരിലെ പോസ്റ്റ്മോർട്ടം അത് നടത്തുന്നത് കർണാടകയിലെ വെറ്റിനറി വിദഗ്ധരാണ്. കർണാടക ഫോറസ്റ്റും അതുപോലെ തന്നെ കേരള ഫോറസ്റ്റിൻ്റെയും വെറ്റിനറിയുടെയും വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പൂർണ്ണ ചുമതല കർണാടക സർക്കാരിന് തന്നെയാണ്, കർണാടക ഉദ്യോഗസ്ഥർക്കാണ്. റിപ്പോർട്ട് മിക്കവാറും നാളെ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ റിപ്പോർട്ട് ഔദ്യോഗികമായി കർണാടകം കേരളത്തിന് കൈമാറണം. അതിന് നടപടിക്രമമുണ്ട്. മാത്രവുമല്ല, ഇത് ചിലപ്പോൾ നാളെ കോടതിയിൽ പോലും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപി, ഇതിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു കേന്ദ്ര നിയമം, ആനപരിപാലന സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമമുണ്ട്. ആ കേന്ദ്ര നിയമത്തിലെ മുഴുവൻ ചട്ടങ്ങളും പാരാമീറ്റേഴ്സുകളും പാലിച്ചുകൊണ്ടാണോ കർണാടകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണ് കാണിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മരുന്നിൻ്റെ അത് മയക്കുവെടിക്ക് ഉപയോഗിച്ച മരുന്ന് കോൺട്രഡക്ടറി ആയതാണോ, അല്ലെങ്കിൽ കൂടുതൽ മയക്കുവെടിക്ക് മരുന്ന് അകത്ത് ചെന്നതാണോ? കാരണം ഇത് 2 തവണ, അതായത് കർണാടകത്തിൻ്റെ ആദ്യത്തെ മയക്കുവെടി പ്രയോഗം, അത് കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ മയക്കുവെടി പ്രയോഗം കേരളത്തിൻ്റേത്. ഇതിന് രണ്ടിനും ഉപയോഗിച്ച മരുന്നുകൾ ഒന്നാണോ എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, ഈ മരുന്നിൻ്റെ അളവ് കൂടിയത് കാരണമായോ? അളവ് കേരളത്തിൽ നിന്നും കൂടിയത് കാരണമാവാൻ സാധ്യതയില്ല. കാരണം ദൃശ്യങ്ങൾ തെളിവായി നമുക്ക് നോക്കുമ്പോൾ ആദ്യ മയക്കുവെടിയിൽ ഒന്നും കൂസാതെ ശാന്തനായി ആന നിൽക്കുന്നു. രണ്ടാമത്തെ മയക്കുവെടിക്ക് ശേഷമാണ് കുറച്ചൊരു തളർച്ചയെങ്കിലും കാണുന്നത്. അതിനുശേഷമാണ് കുങ്കി ആനകളെ ഉപയോഗിച്ച് എലിഫന്റ് ആംബുലൻസിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇനി ഏറ്റവും നിർണായകമായ കാര്യം ഇൻക്വസ്റ്റ് കഴിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കർണാടകം കേരളത്തിന് കൈമാറണം. കാരണം ഇതിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ആരോപണങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ എല്ലാം തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം 5 അംഗ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് വനം മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അല്പസമയത്തിനകം ചർച്ച നടത്തും. ചർച്ച നടത്തിയതിന് ശേഷമായിരിക്കും ഈ 5 അംഗ സമിതിയിൽ ആൾക്കാർ ആരൊക്കെ വേണം, ഉദ്യോഗസ്ഥർ, NGO പ്രതിനിധി ആര് വേണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. തണ്ണീർക്കൊമ്പൻ ചെരിയാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ചിരിക്കുന്ന ചില നിഗമനങ്ങളും ചില അഭ്യൂഹങ്ങളും ഒക്കെ ഇപ്പോഴുണ്ട്. അതിലൊന്ന്, തുടക്കത്തിൽ തന്നെ രാവിലെ മുതൽ തന്നെ അസ്വാഭാവികമായ ചില പെരുമാറ്റ രീതികൾ ആനയിൽ കണ്ടിരുന്നു എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. നിർജ്ജലീകരണമായിരിക്കാം ഒരു സാധ്യത എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ക്രൂരമായി ആനയെ കൈകാര്യം ചെയ്തു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ
ഉയരാനുള്ള സാധ്യതകൾ ഇല്ല? ഇപ്പോൾ നേരത്തെ ദീപക് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കോടതിയിൽ തന്നെ ഒരു വിഷയമാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ അർത്ഥത്തിൽ അതിലെ കണ്ടെത്തലുകൾ എന്നത് വളരെ നിർണായകമാണെന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലേ? തീർച്ചയായും ഗോപി പറഞ്ഞത് തന്നെയാണ് ശരി. കാരണം ഇതിൽ ഏറ്റവും ക്രൂഷ്യലായ ഡോക്യുമെൻ്റായി വരാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ഈ നിർജ്ജലീകരണം ഒരു മരണകാരണമായി കാണാം. അതുപോലെ തന്നെ മയക്കിൻ്റെ ഉപയോഗം, അതായത് ഇത്ര ശതമാനം മയക്ക് മാത്രമേ, ഇത്ര അളവിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാം. പിന്നെ ദേഹാസ്വാസ്ഥ്യം നേരത്തെ ഉണ്ട്. മാത്രവുമല്ല ഒരു കാര്യം നമുക്ക് അനുമാനത്തിലെത്താവുന്നത്, ഞാൻ ചില വിദഗ്ധരുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്, ഈ ആന മൈസൂരിൽ കർണാടകത്തിൽ കാണിച്ച പ്രകടനം ഭീകരമായിരുന്നു. അക്രമോത്സുകമായി വിറപ്പിച്ചോടുകയായിരുന്നു. പക്ഷേ കേരളത്തിലെ കാട്ടിലെത്തിയപ്പോൾ ആന ശാന്ത സ്വഭാവിയായി കുറച്ച് വാഴകൾ നശിപ്പിച്ചതൊഴിച്ചാൽ അക്രമകാരിയായേ ഇല്ല എന്ന് വേണം പറയാൻ. അത് നമ്മൾ അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടി കേട്ടപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായതുമാണ് ഗോപി. ഏതായാലും ഇതിൽ ഒരു കാര്യം നമുക്കിപ്പോൾ ഈ വേളയിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇതിൽ എന്തോ അസ്വാഭാവികമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്ന്, ആന ആദ്യ മയക്കിൽ ഞെട്ടിയില്ല, വിറച്ചില്ല, തളർന്നില്ല. രണ്ടാമത്തെ വെടിയിലാണ് അല്പമെങ്കിലും ഒരു കുലുക്കവും മയക്കവും ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നെ കാലത്ത് മുതൽ തന്നെ, ഇന്നലെ തന്നെ സുർജിത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്, കാലത്ത് മുതൽ തന്നെ ഈ ആന വെള്ളം തേടിയുള്ള യാത്രയിലായിരുന്നു എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ്. പക്ഷേ അവിടെ ആ രീതിയിൽ ഒരു പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ പോകാനുള്ള സാഹചര്യം ആ ഘട്ടത്തിലില്ല. മാത്രമല്ല ഒരു കാര്യം, നട്ടുച്ച നേരത്ത് വലിയ ചൂടുണ്ട്, മകരമാസത്തിലെ ചൂടാണ്. ആ ചൂട് സമയത്ത് മയക്കുവെടി വയ്ക്കാത്തതും ഒരു പക്ഷേ ഗുണകരമായിട്ടുണ്ടാകാം. കാരണം ആ വേളയിൽ ഉച്ചസ്ഥായിയിൽ ചൂടുള്ള സമയത്ത് മയക്കുവെടി വെക്കുന്നത് ആനയുടെ ആരോഗ്യത്തെ കൂടുതൽ പ്രതികൂലമാകും. പക്ഷേ വൈകുന്നേരമാണ് വെടിവെച്ചത് എന്ന് ആശ്വസിക്കാം. ഏതായാലും ഗോപി ഒരു കാര്യം ഉറപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാര തർക്കങ്ങൾ ഉണ്ടാകും. ആനപ്രേമികൾ രംഗത്തെത്തും, നിരവധി ആൾക്കാർ രംഗത്തെത്തും. ഇപ്പം നിലവിൽ കർണാടകവും കേരളത്തിനെതിരെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ആരും തന്നെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. കാരണം അത്തരത്തിൽ കുറ്റമറ്റ സുതാര്യമായ മാധ്യമങ്ങളിലെല്ലാം തത്സമയം വന്നതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത ഇല്ലാതായി എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ എന്നാൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കാര്യങ്ങൾ, ചിത്രങ്ങൾ, നിലപാടുകൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഗോപി പറഞ്ഞതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിൽ ഏറ്റവും ക്രൂഷ്യലാണ്, ഏറ്റവും നിർണായകമായ ഒരു രേഖയായി മാറുക. നിർണായകമായ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയാണ്. പക്ഷേ ആ റിപ്പോർട്ട് നാളെ മാത്രമേ കേരളത്തിന് കിട്ടൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടകയിലെ വെറ്റിനറി വിദഗ്ധരും കേരളത്തിലെ വെറ്റിനറി സംഘവും സംയുക്തമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക എങ്കിൽ പോലും അതിന് നേതൃത്വം നൽകുന്നത് കർണാടകയിലെ വെറ്റിനറി സംഘമാണ്. അവർ ആ റിപ്പോർട്ട് കർണാടക സർക്കാരിനാണ് കൈമാറുക. നാളെ മാത്രമായിരിക്കും കർണാടക സർക്കാരിൽ നിന്നും ആ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കേരളത്തിന് ലഭിക്കുക എന്നുകൂടി ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു.